ഇന്ന് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം നടത്തി. ഇതുവരെ, അതായത് ഈ പരാതി ഉണ്ടാവുന്നതിന് വരെ കോളേജിന് യാതൊരു അറിവുമില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ 4 മാസമായി നടക്കുക, വാർഡൻ അറിഞ്ഞില്ല, ക്ലാസ് ടീച്ചർ അറിഞ്ഞില്ല, പ്രിൻസിപ്പൽ അറിഞ്ഞില്ല എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുക? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പൈസ സീനിയേഴ്സ് വാങ്ങിച്ചിരുന്നു 1ാം വർഷ കുട്ടികളിൽ നിന്ന്, അവർക്ക് മദ്യം വാങ്ങാനായി എന്ന് പറയുന്നു. അത് കിട്ടാതെ വന്നാൽ അക്രമങ്ങൾ കൂടുമായിരുന്നു എന്ന് പറയുന്നു. ഈ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പണം വാങ്ങുകയോ മറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ മകൻ? എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്? ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ, ഇപ്പം നേരത്തെ കാലത്തല്ലോ, ഇപ്പോൾ ഓരോരോ വ്യക്തികളായുള്ള 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരുടെ അക്കൗണ്ടിൽ നമ്മളങ്ങ് പൈസ ഇടുകയാണ്. നമ്മളത് അവരുടെ കണക്കിനങ്ങ് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പിള്ളേരോട് ഇപ്പോൾ കൊച്ചു പിള്ളേരില്ല, ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് പോലും നമ്മൾ പൈസ കൂടെ കണക്ക് വയ്ക്കാറില്ല. അപ്പോൾ നമ്മൾ എത്ര രൂപ ചിലവാക്കും എന്നറിയത്തില്ല. ഈ ലാസ്റ്റ് ടൈം 2000 രൂപ വേണമെന്ന് പറഞ്ഞു, 2000 രൂപ കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് 1000 രൂപ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ 1000 രൂപ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? അവന് ചിലവിന് വേണ്ടിയിട്ടാണ്. ഇപ്പം അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വാർത്ത കേൾക്കുന്നവർക്കും നേരിൽ കണ്ട ഈ സംഭവം അറിഞ്ഞവർക്കും എല്ലാം അറിയാമല്ലോ. ഇത് ഈ ലോകത്ത് നടക്കാത്ത സംഭവമാണല്ലോ. ഈ കുട്ടികളെ എന്തുകൊണ്ട് പേടിച്ചെന്ന് പറഞ്ഞാൽ ആകപ്പാടെ 3 മാസം അല്ലെ 4 മാസമേ ഉള്ളൂ. ഇവരെത്ര കൊല്ലമായി? 3 കൊല്ലമായി. അടുത്ത കൊല്ലം ഇറങ്ങേണ്ടവരാ. അപ്പോൾ അവർക്കറിയാം. അത് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞതാണ്, ഇപ്പോഴും ഞാൻ പറയുന്നത്. ഇവർ വന്നപ്പോൾ തൊട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഇവർ സീനിയറാണെന്ന് ഇവർക്കറിയാം. അപ്പോൾ കോളേജെ കുറിച്ച് വിസിറ്റ് ഇവർക്ക് അറിയത്തില്ല, കണ്ടും കേട്ട് കഴിയുള്ളൂ. അപ്പോൾ വന്നപ്പോഴേ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ സീനിയർ പിള്ളേരാണ്, ഞങ്ങൾ പറഞ്ഞ് കേൾക്കണം, നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരും. അപ്പോൾ പിള്ളേരെന്ത് ഓർക്കും? പിന്നെ ഓക്കെ, എന്നാൽ ഇവർ സഹായം ചെയ്യും. അപ്പോൾ അങ്ങനെ പോളിഷ് ചെയ്ത് എടാ 5 രൂപ അതാ, പിന്നെ 10 പിന്നെ 100 പിന്നെ 200 പിന്നെ 500 പിന്നെ ഈ കൊടുക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കാണ് ഇവരുടെ തനി സ്വഭാവം കാണിച്ചു, വെട്ടുകയും കെട്ടിയിടുകയും. അപ്പോൾ ഇനി മേലെ പറഞ്ഞാൽ അടുത്ത കൊല്ലം ഞങ്ങൾ ഇറങ്ങും, നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കുത്തിക്കളയും, നിന്നെ കീറിക്കളയും, വീട്ടിൽ പറഞ്ഞാൽ നാളെ ജീവനോട് കാണുകയല്ല. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും? ആകപ്പാടെ 4 മാസമേ ആയുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും? പ്രിൻസിപ്പാളോട് പറയുമോ? പ്രിൻസിപ്പാളോട് പറഞ്ഞാൽ വേറെ ശിക്ഷ, ഇവർക്ക് ഇറക്കി വിടുന്നു പേടി. ടീച്ചറിനോട് പറഞ്ഞാൽ ടീച്ചർ പിന്നെ പുറത്ത് പറയും. രക്ഷകർത്താവോട് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് നാണം കേടാവും. അപ്പോൾ ഇവരെ കൊല്ലുക. അല്ല, ഇപ്പം നന്നായി ചെറുക്കൻ ലാസ്റ്റ് അവസാനം അവൻ ജീവനെ പേടിച്ചിട്ടാണ് പറഞ്ഞത്. അല്ലെ ഈ കുട്ടികൾ പറഞ്ഞില്ലെന്ന് വെച്ചോ, അപ്പോൾ എന്ത് ചെയ്യും? ഈ കുട്ടികൾ പറഞ്ഞില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ അവസാനം ഘട്ടം ഞാൻ ഇപ്പോൾ പിന്നെ സ്റ്റാർട്ടിങ് പറയുന്നത് അവസാനം ഞാൻ ഈ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഈ സീനിയർ കുട്ടികൾ ഇവർ പിന്നെ ഞങ്ങൾ സീനിയർ പിള്ളേരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സഹായം തരാം എന്ന് പറഞ്ഞ് ഒരാഴ്ച സോപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? എടാ 5 രൂപ എന്ന് ചോദിച്ചു. സാർ 5 രൂപയല്ലേ, ഫോട്ടോ എന്ന് വിട്ടു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പോകുമ്പോൾ പിള്ളേർക്ക് സാധാരണ നമ്മൾ പഠിക്കുന്ന പിള്ളേർക്ക് എന്ത് ചെയ്യും? 1000 രൂപ 2000 രൂപ കൊടുക്കും. അത് നിങ്ങൾ കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ 500 ചോദിച്ചു, 500 അല്ല 100 ചോദിച്ചു. എടാ അടുത്ത ആഴ്ച തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ എന്ത് ചെയ്തു? കൊടുത്തു. പിന്നെ 500 1000 ആയി. 1000 ആയപ്പോൾ ഇവരെ കൊടുക്കാൻ പറ്റാതെ വീട്ടിൽ ചോദിക്കാൻ പറ്റാതെ കൊടുക്കാവുന്നപ്പോൾ കെട്ടിയിട്ടു. എടാ നീ ചോദിക്കടാന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഇപ്പോൾ എന്തായാലും പരാതി ഇതുകൊണ്ട് നമ്മളിപ്പോൾ പിള്ളേരെ നമുക്ക് പറയാൻ പറ്റുമോ? അതേ പ്രിൻസിപ്പാളെ പറയാൻ പറ്റുമോ? അത് പറ്റില്ല. ക്ലാസ് ടീച്ചർ വിളിച്ചു പറഞ്ഞതിന് ശേഷം മകനോട് സംസാരിച്ചല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആ വീഡിയോ കണ്ടാൽ പേടിയാവും. എന്നോട് സംസാരിച്ചു. അപ്പോൾ ഈ ഇതൊക്കെ അതായത് നേരത്തെ മുതലേ സ്ഥിതിയായിപ്പോയി. അതെ, അല്ല ഈ ഒരു ദിവസം സംഭവിച്ചതാണോ അതോ നേരത്തെ മുതലേ 4 മാസമായിട്ട് ഈ കോമ്പസ് കൊണ്ട് കുത്തലും ഡമ്പലെടുത്ത് വെക്കലും ഒക്കെ പതിവാണോ? 4 മാസമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. ഈ 4 മാസമായിട്ട് മുന്നോട്ട് തന്നെ പോവാണ്. ഈ പിടിച്ച 5 പിള്ളേരും കുറ്റം സമ്മതിച്ചല്ലോ. ഇവർ സ്റ്റേഷനിൽ പോയപ്പോഴും ഇവർ പറഞ്ഞിട്ടില്ല. ഞാൻ പോലീസുകാരോട് സംസാരിച്ചു. ഈ പേരോട് ഒറ്റ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു, അതെ ഞങ്ങൾ സീനിയർ പിള്ളേരാ, ഇവിടെ പിന്നെ പൈസ സത്യമാണെന്ന് പറഞ്ഞല്ലോ. ഇവർ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്ത സത്യമാണല്ലോ. അവർ പിള്ളേരെ പിന്നെ പ്രിൻസിപ്പാളോടും ടീച്ചറോട് ചോദിച്ചാൽ ഇവർ പുറത്ത് ഇറങ്ങാനില്ല, ജൂനിയർ പിള്ളേരല്ലേ, ആകപ്പാട് 4 മാസമേ ഉള്ളൂ. ഇവർ ഞായറാഴ്ച ദിവസം മാത്രമേ പിന്നെ കിടന്നു ഉറങ്ങുക, ഞായറാഴ്ച നമ്മൾ എപ്പോഴും വെച്ചാലും കിടന്നു ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി ഇവന്മാരുടെ പരിപാടി തുടങ്ങും. 8 മണിക്ക് പിന്നെ പിള്ളേർ രാവിലെ എഴുന്നേക്കുന്ന 12 മണിക്ക് 1 മണിക്കാണ് ഈ പിന്നെ നമ്മുടെ പിള്ളേർ എഴുന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ രാത്രി ഇവന്മാരെ പരിപാടി തുടങ്ങും. ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്നും പോയി ചോദിക്കാൻ പറ്റുമോ? ഈ 4 മാസത്തിൻ്റെ ഇടയ്ക്ക് ആകെപ്പാട് ഈ ക്രിസ്മസ് സമയം മാത്രമേ ചെറുക്കൻ വീട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഈ ജയിലിൽ കിടന്നാൽ പോലും അവർക്ക് പിന്നെ വെളിയിൽ പോയി ഒന്ന് മൂത്രമൊഴിച്ചോ എന്തെങ്കിലും പോയാലുള്ള സൗകര്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ സീനിയർ പിള്ളേർ ഇവർ അണ്ടറിൽ വെച്ചിരിക്കുക. 8 മണി കഴിഞ്ഞാൽ ഇവർ പിന്നെ ജീവൻ പോകുമെന്ന് പറഞ്ഞ് പേടിച്ചിരുന്നിട്ടാണ് ഈ അടി കൊണ്ട് സഹികെട്ട് തീരെ നിവൃത്തികേട് കൊണ്ട് അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം അറിയാലോ. അത് നമ്മളായിട്ട് പറയണ്ടല്ലോ. അപ്പോൾ അവർ സഹികെട്ടായി ഈ പിള്ളേർ പറഞ്ഞത് പുറത്ത് ടീച്ചറിനോട് പറഞ്ഞത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. ടീച്ചർ ആക്ഷൻ എടുത്തെന്ന് പറഞ്ഞാൽ ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും മേളിലുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്നവർ. അതുകൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ആക്ഷൻ എടുത്തത്. ഇത് പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഗുണ്ടകളാണ്, ഈ ഗുണ്ട കാണിച്ചതാണ്. അല്ലാതെ ഈ പിള്ളേരെ പിന്നെ 3 കൊല്ലം 4 കൊല്ലം പഠിച്ച പിള്ളേർക്ക് വിവരമില്ലേ? ഇവരെ ഈ പറഞ്ഞോടൊക്കെ ഈ പിന്നെ ഈ കന്നുകാലിയുടെ സ്വഭാവമാണോ ഇവർ കാണിക്കുന്നത്? ഇവർക്ക് ഞാൻ പറയുന്നത് സർക്കാർ
സർക്കാരായാലും ശരി രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി ഇവർക്ക് ഈ പറഞ്ഞ കണക്ക് ഈ പരീക്ഷ എഴുതുക അല്ലെ പിന്നെ 3 മാസം സസ്പെൻഡ് ചെയ്യുക, വീട്ടിൽ പോവുക, പിന്നെ കോടതിയിൽ പോയി വക്കീലെ പിടിക്കുക, ജാമ്യം എടുക്കുക, ജാമ്യം എടുത്ത് പിന്നെ വീണ്ടും അവർ കൊടുക്കുക. പിന്നെ ഞങ്ങൾക്കും അത് ജീവനെ പേടിയുക, പിള്ളേർക്കും ജീവനെ പേടിയുക. നാളെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ, ഈ പറഞ്ഞ ഇവരെ മതക്കാരെ ഏത് മതത്തിലും നമുക്ക് ശക്തമായ നടപടികൾ എടുക്കണം, ഞങ്ങൾക്ക് പേടിയുണ്ട് എന്നാണ് പറയുന്നത്. ന്യായമാണ്. കാരണം അവർ ഈ ചെയ്യുന്ന ചെയ്തൊക്കെ കണ്ടാൽ ആരും പേടിച്ചു പോലും. ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കാണ്.